ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരിക്കുന്നത് കണ്ടോ, ആദ്യം കൂട്ടം കണി എടുക്കാൻ പോവാണ് കേട്ടോ. ഇടൂ, അരി ഇടൂ, പിടിച്ചോളൂ, മെല്ലെ മെല്ലെ കേട്ടോ. ദൈവ തുള്ളി പോലും മിസ്സായില്ല അല്ലാതെ. ഇനി പരത്തുക. ആദ്യത്തിനൊക്കെ അറിയാലോ. ആദ്യക്കൂട്ടം ഫസ്റ്റ് ആയിട്ട് കണി ഒരുക്കുകയാണ് കേട്ടോ. ലതിയെ ഗുഡ് ഗുഡ്. കൃഷ്ണനെ എവിടെ വെക്കണേ? മെല്ലെ വെക്കണേ. എന്റെ നടൂല, നടുവിൽ വെച്ചോളൂ. എന്തിനാ വേറെ വിളക്ക്? അതിന് നമ്മൾ എടുക്കും. അതിനായിട്ടിരിക്കും. അത് വെച്ചോളൂ. എല്ലാം ചോളൂട്ട കണ്ണാത്. മെല്ലെ മെല്ലെ അല്ലെങ്കിൽ പൊട്ടും. കറക്റ്റ് വെച്ചു. കറക്റ്റായി വെക്കണ്ടല്ലോ. ആദ്യം സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഏറെക്കുറെയൊക്കെ റെഡിയായി കേട്ടോ. ഇനി കൊന്നപ്പൂ വെക്കണം, കണ്ണാടി വെക്കണം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെക്കാനുള്ളൂ. പഴം, ചന്ദനത്തിരി അതൊക്കെ വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് വെക്കാറ്. ഇങ്ങനെ തേങ്ങേൻ്റെ മുറിയിൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ അരി നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കോയിൻസൊക്കെ വെക്കും. പിന്നെ മറ്റേതിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് അത് കത്തിക്കും. ഓരോ നാട്ടിലും ഓരോ പോലെയാണെന്ന് തോന്നുന്നു. പിന്നെ ചിലർ ഇതിലേറെ കുറേ ഐറ്റംസ് വെക്കണവരുണ്ട്. അങ്ങനെ പല രീതിയിലൊക്കെ വെക്കണവരുണ്ട്. നമ്മളെന്തായാലും കുറേ ആയിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ അച്ഛനാണ് കണി വെച്ചിരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മളിങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നോട്ട് അങ്ങനെയൊന്നും വെക്കാറില്ല, കോയിൻസ് മാത്രമേ ഇതിനകത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഗൈസ് അങ്ങനെ കണിക്കൊന്നയും ഏറെക്കുറെ വെച്ച് സെറ്റാക്കുകയാണ്. മതി കണ്ണ, ഇനി ബാക്കി പിന്നെ വെക്കാം. ഇനി ആദ്യം നീറ്റോളൂ. അപ്പോൾ ഇതാ നമ്മളെ കണി ഏറെക്കുറെ റെഡി ആയി കേട്ടോ. കൊന്നയൊക്കെ എന്താ വെച്ചാൽ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇങ്ങനെ വാടാൻ തുടങ്ങി. കൊന്ന വേഗം ഇങ്ങനെ മരത്തിൽ നിൽക്കുന്ന ഒരു ഭംഗി നമ്മൾ ഒടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ഒരു കളർ നല്ല ഭംഗിയാണ്. ഇനി ഇവിടെ ഫ്രണ്ടിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ കണി റെഡി. അപ്പോൾ നമ്മളെ കണി വെക്കലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ഇത് ആദ്യക്കൂട്ടൻ കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പൊട്ടിക്കാനുണ്ട്. ആദ്യം അതിൻ്റെ ആവേശത്തിലാണ്. പടക്കമല്ല, കമ്പിത്തിരി, പൂത്തിരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പം നമ്മൾ അതിൽ കുറച്ചെണ്ണം ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഇങ്ങനെ 2-3-4 ദിവസമായി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം. ഗൈസ് അങ്ങനെ ആദ്യക്കൂട്ടൻ പൂത്തിരി കത്തിക്കുകയാണ് അല്ലേ. നമ്മൾ ആ പൊരി പൊരി ചാടണമൊന്നും മേടിച്ചില്ല കേട്ടോ. അത് വലിയ കളറ് ഉള്ളതാണ്. ഒന്ന് റെഡോ കറക്കട്ടെ. ഒന്ന് കത്തിക്കാതിരിക്കാനാണ് കേട്ടോ. എങ്ങനെയുണ്ടാതി? ഇതെങ്ങടേലും തെറിക്കൂലേ? ഇതുണ്ടായി ഏട്ടാ ഗൈസ്. ഒറ്റ ഷോട്ട്സ് ആയിരുന്നു അല്ലേ ഇത്? ആഹാ ജർബറ. എന്താണ് ആദ്യത്? എന്താ ആദ്യേ? അത് മുതലായിട്ടോ. അത് എത്ര 80ഓ? കുറെ വേറെ ഉണ്ടല്ലോ. അങ്ങനെ
എന്ത് കളർ ആദ്യം വരുന്നേ? അപ്പോൾ അതേ രാവിലെ അമ്മണീറ്റ് വിളക്കൊക്കെ വെച്ച് കണി കാണാൻ എല്ലാവരും ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് കണി കണ്ടു. അടുത്തത് ആദിക്കുട്ടനെ കണി കാണാൻ വേണ്ടി വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇവിടെ നിർത്തിയിട്ട് കണ്ടു തുറക്കുകയാണേ. ശരിക്കും കണ്ടോളൂ കേട്ടോ. ഒക്കെ കൃഷ്ണനെയും പൈസയും ഗോൾഡൊക്കെ കണ്ടോളൂ കേട്ടോ. ഇവിടെ ഇരുന്നോളൂ പോയിട്ട്, പലകയിൽ പോയിരുന്നോളൂ മെല്ലെ മെല്ലെ. എല്ലാം കണ്ടോ? നമുക്ക് കണ്ടോന്ന് ശരിക്കും നോക്കുമൊക്കെ. ഫുള്ള് കണ്ടോ? ഫുള്ള് കണ്ടോ? നീ ടുട്ടുവിനെ വിളിക്കുക. എവിടെ നോക്കട്ടെ. ആദ്യകൂട്ടം അങ്ങോട്ട് വരൂ, കാണട്ടെ. കൈ ആദ്യകൂട്ടം കളക്ഷൻ ഇറങ്ങിയാണ്. കാണിക്കൂ, ഇങ്ങോട്ട് കൊണ്ടുവരൂ. കാണാനില്ല, ഇങ്ങോട്ട് കൂടെ കൊണ്ടു കാണിക്കൂ. ലൈറ്റ് ഇല്ലേ? കുറെ കിട്ടിയോ? അമ്മേ കൊളയുണ്ടോ ആദ്യകൂട്ട? ഇതൊക്കെ അമ്മയ്ക്കല്ലേ? അമ്മയ്ക്കല്ലേ? ബിഗ് ബോയ്സ് തന്നോളൂ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇതാ നമ്മുടെ രാവിലെ നമ്മളെ പായസം ഇവിടെ റെഡിയായി. പിന്നെ ഇനി കറികളൊക്കെ അവിടെ അടുക്കളയിൽ കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. ഇതാ ഓലനുള്ള മത്തൻ കട്ടിങ്ങിനാണ്. പിന്നെ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി അവിയൽ ഓലൻ പിന്നെ മാങ്ങക്കൂട്ടാൻ, അത്രയേ ഉള്ളൂ. എല്ലാവരും ഫോട്ടോ നീ ടി വി ആണോന്ന്? ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ കളിയിലാണ്. ഗൈസ് എന്തേലും പറയണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ സായുജ്യത്തിലൊക്കെ പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടേക്ക് ഏട്ടൻ്റെ മാമയും അമ്മായിയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പിന്നെ ആദ്യകൂട്ടം കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ആരുമാനുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വിഷുവിന് വന്നിട്ട് പുറത്ത് പോയിട്ടതാ ട്രെൻഡ്സിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാവശ്യമില്ലാതെ കുറേ ഡ്രസ്സ് കിട്ടും. പിന്നെ കുറച്ച് പടക്കം മേടിച്ചിട്ടുണ്ട്. ആദ്യകുട്ടൻ വന്നിട്ട് വേണം ബാക്കിയൊക്കെ പൊട്ടിക്കാൻ. ഗൈസ് വീണ്ടും ആദിക്ക് വേണ്ടി പടക്കം അങ്ങനത്തെ ഒരു സാധനം. ഓ മാലപ്പടക്കൊക്കെ അറിയോ നിനക്ക്? അപ്പോൾ ഇതാ പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് പടക്കം പൊട്ടിക്കൽ തന്നെയായിരുന്നു കേട്ടോ. പടക്കം എന്ന് പറഞ്ഞാൽ കുറേ ഷോർട്സ്, കമ്പിത്തിരി, പൂത്തിരി, പിന്നെ അങ്ങനെ ചെറവറ പൊട്ടിത്തെറിക്കണത്, നിലച്ചക്രം, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര സൗണ്ടുള്ള ഐറ്റംസ് ആദ്യക്കുട്ടന് അത്ര വലിയ താല്പര്യമില്ല. അവന് ഇഷ്ടമാണ് സംഭവം, പക്ഷേ സൗണ്ട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. ഭയങ്കര സൗണ്ടുള്ളത് പേടിയാണ്. കുറേ എണ്ണം എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കേട്ടോ. ഞാൻ ഫോൺ കൊണ്ട് ചെല്ലുമ്പോഴേക്കും അത് പൊട്ടി തീർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ കറക്റ്റ് ഞാൻ കാണിക്കുന്ന സ്ഥലത്താവില്ല അത് വീഡിയോ സാധനം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തായാലും രാത്രി കുറേ സമയമുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ പോയി കടയിലൊക്കെ പോയി എത്തിയപ്പോഴേക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വർഷത്തെ വിഷു. അപ്പോൾ അടുത്ത വിഷുവിന് ആദിക്കുട്ടൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിഷുവാണ് ആദിക്കുട്ടൻ ഒറ്റയ്ക്കുള്ള ലാസ്റ്റ് വിഷുവാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം അടിപൊളിയാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.